പാലക്കുഴ NSS കരയോഗം വനിതാ സമാജം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാമായണ കഥായാത്രാ പരിപാടി പുരാണ പ്രഭാഷകയും കുറവിലങ്ങാട് കാളികാവ് ദേവീക്ഷേത്രം ദേവസ്വം ഉപദേശക സമിതി പ്രസിഡന്റുമായ ഗീതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആദ്യമായി ഏത് പ്രവൃത്തി തുടങ്ങുമ്പോഴും നിങ്ങൾ വീടുകളിലെ രാമായണമല്ല എന്ത് വൈകുന്നേരം സന്ധ്യാനാമം ജപിക്കുമ്പോഴും ഹിന്ദു നിയമപ്രകാരം നമ്മൾ ആദ്യമായി ഒരു ദേവനെ പ്രാർത്ഥിക്കും. ആരെയാണ്? ശ്രീ ഗണപതിയെ. അപ്പൊ ഓം ശ്രീ, നമ്മൾ ആ ശ്ലോകം പഠിച്ചില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഓം ശ്രീ ഗണപതിയെ നമ ഒന്ന് തുടങ്ങിയിട്ട് പഠിക്കാൻ പറ്റുന്നവരാ ഒരു ശ്ലോകമെങ്കിലും പഠിക്കുക. ഒരാഴ്ച കൊണ്ട് നമ്മുടെ ശ്ലോകം മനസ്സിലാവും. ഇങ്ങനെ നമുക്ക് ഈ പുസ്തകങ്ങളൊന്നും വേണ്ട ശ്ലോകം പഠിക്കുക. ഏകദന്തം ഒക്കെ ചൊല്ലി അങ്ങനെ ഗണപതിയെ സ്തുതിച്ച് പഠിക്കുക. പിന്നെ ഈ വായിൽ നമുക്ക് എന്തെങ്കിലും വരണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? സരസ്വതി ദേവിയുടെ അനുഗ്രഹം വേണം. ഓം സം സരസ്വതിയെ എന്നെങ്കിലും പറയുക സന്ധ്യയ്ക്ക്. ഇല്ലെങ്കിൽ ആ സരസ്വതിയുടെ നാമം കുറച്ച് ദിവസം കൊണ്ട് അത് ഹൃദിസ്ഥമാക്കുക. പിന്നെ നമ്മുടെ ഇതെല്ലാം നമുക്ക് വഴിത്തിരിവാകുന്ന ആരിലൂടെയാണ്? ഗുരുക്കന്മാരിലൂടെ. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഗുരു പൂർണിമ ദിവസം നിങ്ങളൊക്കെ നിങ്ങളുടെ ഗുരുക്കന്മാരെ ആ ദിവസങ്ങളിലൊക്കെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യണം. അവരോട് നമ്മുടെ ഒന്ന് കൈകൊള്ളുമെങ്കിലും ചെയ്യണം. ഈ ഗുരു പൂർണിമ ദിവസങ്ങളിൽ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും അവരെ ഒന്ന് കാണാൻ സാധിച്ചാലാണ് ആദ്യം അക്ഷരം കുറിച്ചവര്, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവര്, നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്തിയവര്. അല്ലാതെ നമ്മുടെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചവർക്ക് മാത്രമല്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. അത് ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരായിക്കോട്ടെ അവരെല്ലാം ഒരു ഗുരുക്കന്മാരായി കണ്ട് ഓം ഗുരുഭ്യോ നമ എന്ന് പറയാൻ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. അതിലൂടെ അതാണ് നമ്മുടെ സംസ്കാരം എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നീട് ഇപ്പൊ ഏതാണോ പുസ്തകം വായിക്കുന്നത്? ഇപ്പൊ ശ്രീരാമന്റെ ചരിതം വായിക്കുന്നു. ശ്രീരാമനെ നമ്മൾ നമസ്കരിക്കുക. ശ്രീരാമന്റെ ഈ കഥ എഴുതിയ വാൽമീകി മഹർഷിയെ ഓർക്കുക. അതൊക്കെ ആചാര്യന്മാരാണ്. തുഞ്ചത്ത് എഴുത്തച്ഛനെ ഓർക്കുക. പിന്നെ ഈ പുസ്തകം തുടങ്ങുന്നതിന്റെ ഒരു സ്തുതിയാണ്. ആ സ്തുതി എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നതിന് മുമ്പ് ആ സ്തുതി ചൊല്ലണമെന്നാണ് നമ്മളോട് ആചാര്യന്മാര് അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാര്, എന്റെ ഗുരുക്കന്മാരെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ ദിവസവും ബാലകാണ്ഡത്തിലെ ആദ്യത്തെ ശ്രീരാമചന്ദ്ര ആ ഭാഗം ഉണ്ടല്ലോ, അത് ആദ്യമൊക്കെ രാമായണമൊക്കെ ഉണ്ടോ ഇന്ന്? ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ അവിടെ വരെയുള്ള ആ ഭാഗം അത്. വനിതാ സമാജം പ്രസിഡന്റ് മിനി സജികുമാർ അധ്യക്ഷയായി. കരയോഗം പ്രസിഡന്റ് KS ഉണ്ണികൃഷ്ണൻ നായർ, ഉഷ ശ്രീകുമാർ, ശാരദാ കൃഷ്ണൻകുട്ടി, PN ലക്ഷ്മണൻ നായർ, VB ശ്രീകുമാർ, KV മുരളീധരൻ നായർ, KV സജികുമാർ, ഗീതാ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു.